ഏവിയേഷൻ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ NCC നാഷണൽ കാഡറ്റ് കോർപ്സ് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് NCC ചേരണം എന്നൊരാഗ്രഹം തോന്നുന്നത്. കാരണം റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള NCCയിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സംഭവം കൊള്ളാമല്ലോ, കലക്കനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചേർന്നാൽ കൊള്ളാം എന്ന് മനസ്സിൽ ആഗ്രഹം തോന്നി. അപ്പോൾ ആർമി വിങ്ങിൽ ഉള്ള എൻ്റെ സീനിയേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ NCCയിൽ ജോയിൻ ചെയ്തു. ആദ്യം കുറച്ച് ചെറിയ ക്യാമ്പുകളിലൊക്കെ പോയി. ATC എന്ന് പറയും, ആനുവൽ ട്രെയിനിങ് ക്യാമ്പ്. ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ഏറ്റവും ആദ്യം ഒരു NCC ചേരുന്ന ഒരു വ്യക്തി അറ്റൻഡ് ചെയ്യുന്നൊരു ക്യാമ്പാണ്. അത് ആ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ നമ്മൾ 8ാം ക്ലാസ് വരെ ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കുന്ന ഒരു സംഭവമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്കെപ്പോഴും എന്തിനും നമ്മുടെ വീട്ടുകാരുടെ ഹെൽപ്പ് ഉണ്ടാവും. ചിലവർക്കുണ്ടാവണമെന്നില്ല, എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ പറയുന്ന ഒരു വീട്ടുകാരുടെ സപ്പോർട്ട് എന്തിനും, ഒരു ചായ തരുന്നത് തൊട്ട് ഫുഡ് തരുന്നത് തൊട്ട് ഒന്ന് കുളിക്കാൻ പോകുമ്പോൾ ടവലെടുത്ത് തരുന്നത് തൊട്ട് എന്തിനും നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സപ്പോർട്ടും ഇത്രയും കാലം അനുഭവിച്ച യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് ഈ TC എന്ന് പറയുന്നത്. അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മളെ ഒരു വ്യക്തിയെ, ഒരു 8ാം ക്ലാസ്സുകാരനെന്ന് പറയുമ്പോൾ ഒരു 10-13 വയസ്സുള്ള ഒരു വ്യക്തിയെ എങ്ങനെ അത് മാറ്റുന്നു എന്നുള്ളതാണ് ആ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ആദ്യത്തെ ക്യാമ്പിൽ പോയപ്പോൾ അതുവരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ ഒന്നും പിരിഞ്ഞ് ഒരു 10 ദിവസം മാറി നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭീകരമായിട്ടുള്ള ഒരു ഹോം സിക്നെസ്സും വിഷമവും അവരെ കാണണം എന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ആദ്യത്തെ ആനുവൽ ട്രെയിനിങ് ക്യാമ്പിന് പോയി. ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നുമായിരിക്കും, ഇന്നത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്ക് കരച്ചിലൊക്കെ വന്നു. അങ്ങനെ എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു, പുള്ളി ഇന്ത്യൻ ആർമിയിലാണ്. അപ്പോൾ അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ വീട്ടിൽ വിളിച്ചു. അങ്ങനെ മോനെ കാണാത്ത വിഷമത്തിൽ വീട്ടുകാരെ കാണാത്ത വിഷമത്തിൽ മോനും നിൽക്കുന്നു. അങ്ങനെ അവരെന്നെ ഒന്ന് കണ്ടിട്ട് പോയി. അങ്ങനെ ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് അങ്ങനെ പോയി. ആനുവൽ ട്രെയിനിങ് ക്യാമ്പിൻ്റെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബാത്റൂമിൽ നിന്ന് തുടങ്ങും, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ഉള്ളവരായിരിക്കും അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളാരും തന്നെ ചിലപ്പോൾ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എത്ര പാവപ്പെട്ട വീട്ടിലും ഒരു കുഞ്ഞ് ടോയ്ലറ്റ് ഉണ്ടാവും. പക്ഷേ ഈ സ്ഥലത്ത് ടോയ്ലറ്റിൽ വാതിലേ ഇല്ല. വാതിലില്ലാത്ത ടോയ്ലറ്റിൽ എങ്ങനെയാണ് പോകുന്നത്? അതൊക്കെ ഒരു ഭയങ്കര ചലഞ്ചല്ലേ. ഒരു 13 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ടോയ്ലറ്റിനൊന്നും വാതിലേ ഇല്ല. നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഷിറ്റ് കിടത്തുക. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു തൊലിക്കെട്ടി ഉണ്ടല്ലോ, അതൊരു ഭീകര എക്സ്പീരിയൻസാണ്. അങ്ങനെ പിന്നെ കുളിക്കാൻ നേരത്തൊരു കൂട്ടം ആൾക്കാർ, ഒരു 300-400 പിള്ളേർ വന്നിട്ട്, ഒരു സീനിയർ വന്നിട്ട് ഈ ഹോസിൽ വെള്ളം അടിക്കുകയാണ്. അതിൽ കിട്ടുന്ന ഇച്ചിരി വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചു എന്നുള്ളതാണ്. അതൊരു എക്സ്പീരിയൻസ് നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം, റേഷൻ പോലത്തെ ഒരു ഫുഡും അത് ക്യൂ നിന്ന് മേടിക്കുക, ഇല്ലാത്ത സമയത്ത് കുറച്ച് പരേഡിൻ്റെ ട്രെയിനിങ്ങും തറയിൽ കിടന്നുള്ള ഉറക്കവും, ആകെപ്പാടൊരു ജഗബോഗ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ NCCയുടെ നേവൽ വിങ്ങിലായിരുന്നു. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ എൻ്റെ ഒരു 9-നും ഞാൻ 2-3 ക്യാമ്പിനൊക്കെ പോയി. അങ്ങനെ അത് കഴിഞ്ഞു. എൻ്റെ 10ാം ക്ലാസ്സിന് പിന്നെ NCC ഇല്ല. കാര്യം 10ൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം, എന്തായാലും NCC ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞു. +1 ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും NCCക്ക് ചേർന്നു. അപ്പോൾ എൻ്റെ ലോവർ ഡിവിഷൻ കഴിഞ്ഞ് ഞാൻ സീനിയർ ഡിവിഷനിലായി. SD എന്ന് പറയും സീനിയർ ഡിവിഷൻ, JD എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡിവിഷൻ. അപ്പോൾ ജൂനിയർ ഡിവിഷൻ കഴിഞ്ഞ് സീനിയർ ഡിവിഷനിലോട്ട് പോയി.
അപ്പോൾ ഞാൻ ആർമി ചൂസ് ചെയ്തു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 10 പിള്ളേരുടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഈ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് മാർവേനിയസ് കോളേജിലായിരുന്നു. ട്രിവാൻഡ്രത്തെ മാർവേനിയസ് കോളേജ്. അവിടുത്തെ വർഗീസ് സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ നമ്മുടെ ഇൻസ്ട്രക്ടർ. അദ്ദേഹം ഒരു അധ്യാപകനാണ്. പുള്ളി NCCയുടെ ഇൻസ്ട്രക്ടറും കൂടെ ആയിരുന്നു. അതിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ക്യാമ്പിന് പോയപ്പോഴാണ് പിന്നെയാണ് അറിയുന്നത് NCCയുടെ അതിഭീകരമായ സാധ്യത NCCക്ക് ഉണ്ട്. പക്ഷേ കാരണം നമ്മളറിയാത്തതാണ്. ഒരു സാധാരണ ഒരു എന്താ പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരനും പ്ലസ് 1കാരനൊന്നും നോർമൽ കണ്ടീഷനിൽ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ വയസ്സിൽ നമുക്ക് NCCയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു TSC എന്നൊരു ക്യാമ്പുണ്ട്, തൽസൈനിക് ക്യാമ്പ്. അത് ഇന്ത്യൻ ആർമി നടത്തുന്ന ഏറ്റവും വലിയൊരു ക്യാമ്പാണ്. ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ക്യാമ്പാണ്. ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ NCCയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. TSCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ TSC ഒരു ഭയങ്കര നമ്മുടെ ഒരു പ്രായത്തിനനുസരിച്ചിട്ട് ഒരു ഹാർഡ് കോർ ഒരു ക്യാമ്പായിരിക്കും. കാര്യം നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത ഇത് മുഴുവൻ കോമ്പറ്റീഷൻസാണ്, മുഴുവൻ മത്സരമാണ്. ഈ റിയാലിറ്റി ഷോയിലെ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം. എല്ലാ ക്യാമ്പിന് ശേഷവും കോമ്പറ്റീഷനിൽ ഏറ്റവും താഴെ വരുന്നവർ അവർ ഒരു നോട്ടീസ് ബോർഡിൽ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ വരുന്നവർ ഔട്ടാവുന്നു. ഇച്ചിരി മേലുള്ളവർ അടുത്ത ക്യാമ്പിലോട്ട് സെലക്റ്റായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പിലോട്ട് പോകുന്നു. അപ്പോൾ കോമ്പറ്റീഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഫയറിങ്, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, അതുപോലെ ടെൻറ്റ് പിച്ചിങ് എന്ന് പറയും, മാപ്പ് റീഡിങ് എന്ന് പറയും, അങ്ങനത്തെ പിന്നെ ഒരു റിട്ടേൺ ടെസ്റ്റും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല പോയിൻറ്റ്സ് കിട്ടുന്ന ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ മേലോട്ട് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് TSC ക്യാമ്പിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് ഈ എൻ്റെ അച്ഛൻ ഇടയ്ക്ക് പറയുന്നതാണ്, അവന് ഭയങ്കര ആരംഭശൂരത്വമാണ്. കാര്യം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര താല്പര്യം, പിന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയും അച്ഛൻ. അപ്പോൾ TSC ക്യാമ്പിൻ്റെ ആദ്യത്തെ ക്യാമ്പിന് പോയപ്പോൾ തന്നെ എനിക്ക് സംഭവം ആടിപ്പൊളി. കാര്യം എന്താ പറയുന്ന ഓട്ടം, ചാട്ടം, വെടിവെയ്പ്പും ഒക്കെ തന്നെ ആടിപ്പൊളി സംഭവം. കലക്കൽ പരിപാടി. ഇച്ചിരി ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി. അന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്. എൻ്റെ വെയിറ്റ് വന്നിട്ട് 72 കിലോ ആയിരുന്നു. എനിക്ക് 6 അടി പൊക്കമുണ്ട്. അപ്പോൾ 72 കിലോ ഒരു എന്താ പറയുന്ന ഒട്ടും തടിയുള്ളൊരു ശരീരം അല്ലല്ലോ, തീരെ ഓവർ ഒബേസ് വെയിറ്റ് അല്ല. അപ്പോൾ ഫസ്റ്റ് ക്യാമ്പിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമാൻഡർ വന്നു. പുള്ളി ഇന്ത്യൻ ആർമിയിലെ ലെഫ്റ്റനൻറ്റ് കേണലായിരുന്നു, ലെഫ്റ്റനൻറ്റ് കേണൽ റാത്തി സാബ്. അതൊരു ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യൻ. സിനിമ നടന്മാരൊന്നും ഒന്നുമല്ല നമുക്കതെന്ന് തോന്നിപ്പോകും. ഷാറുഖ് ഖാനും ഋത്തിക് റോഷനൊന്നും ഒന്നുമല്ല പുള്ളിയുടെ മുന്നേ. അമ്മാതിരി ഗ്ലാമറുള്ളൊരു മനുഷ്യൻ. എന്താ പറയുന്ന ഒരു റൗണ്ട് തൊപ്പിയൊക്കെ വെച്ച് അതിലൊരു ചോപ്പ് ബാൻഡും കയ്യിലൊരു സ്റ്റിക്കും ഒക്കെ ആയിട്ട് ഒരു നല്ല പളവളാൻ തിളങ്ങുന്ന ഒരു അംബാസഡർ കാറിൽ വന്നിറങ്ങി. എമ്മാതിരി സ്റ്റൈൽ കൊതിയാവും. അതുപോലത്തെ സ്റ്റൈലിൽ മനുഷ്യൻ വന്നിറങ്ങി. ഇന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം വല്ല ബ്രിഗേഡിയറും അതിൻ്റെ മേലൊക്കെ ആയിരിക്കണം. അപ്പോൾ പുള്ളി വന്ന് എല്ലാത്തിൻ്റെ അസസ്മെൻ്റൊക്കെ നടത്തി. അപ്പോൾ ട്രെയിനിങ് അടക്കമാണ്, കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്, പ്രാക്ടീസും ട്രെയിനിങ്. രാവിലെ ഒരു 3 മണിക്ക് എണീക്കുക. പിന്നെ നേരെ ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫയറിങ്ങിന് വരുന്നു. ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. ചടപടയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശകലം കഴിക്കാനായിട്ട് സമയം കിട്ടും. അവർ സമയം പറയും 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മിനിറ്റ് ഇവിടെ എത്തിയില്ലെങ്കിൽ ഉരുണ്ടായിരിക്കും വരാണ്ട്. അപ്പോൾ കയ്യിൽ വിടുന്ന തൊലിയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലത്തെ ഒരു പീഡന ക്യാമ്പാണ് ഈ സംഭവം. പക്ഷെ അത് നമുക്കങ്ങ് എന്തോ ചില പ്രായത്തിൻ്റെ ആയിരിക്കും, നമുക്കങ്ങ് ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വാശിയൊക്കെ ആ സമയത്ത് വരും. ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ക്യാമ്പ് കൂടെയാണ് ഈ TSC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഒരു സമയം എത്തിയപ്പോൾ ഞങ്ങളുടെ ആ ലിസ്റ്റ് ഇപ്പം എൻ്റെ ഓർമ്മയിൽ 21 ആൾക്കാരാണ് ആ ക്യാമ്പിനുണ്ടായിരുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള 21 പേര്. ആ 21 പേരിൽ ആ ലിസ്റ്റിൽ എല്ലാവരുടെ നേരെയും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് 7 എന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാര്യം മനസ്സിലാവുന്നില്ലല്ലോ, എന്താ ഈ 7, ചിലവരുടെ 3, ചിലവരുടെ 1, ചിലവരുടെ 2, അങ്ങനെ പലതൊക്കെ എഴുതിയിട്ടുണ്ട്, ചിലവരുടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. സംഭവം ചെറിയ പണിയാണ്. 5 കിലോ കുറയ്ക്കുക, 7 കിലോ കുറയ്ക്കുകയാണ് ഇട്ടയ്ക്കണം. എങ്ങനെ കുറയ്ക്കും എന്നുള്ളതാണ്. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി പീഡനം നടക്കുമ്പോൾ നമ്മുടെ തടിയൊക്കെ താനേ പോകും. അപ്പോൾ 7 കിലോ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ എന്തോരം പീഡിപ്പിച്ചിട്ടുണ്ടാവും. അത് ആ ട്രെയിനിങ്ങിൻ്റെ ആ ലെവലാണ് ഞാൻ പറയുന്നത്. ഉറങ്ങാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. ഇത് എല്ലാവരും 5 റൗണ്ട് ഓടുവാണെങ്കിൽ നമ്മളെ കൊണ്ട് 10 റൗണ്ട് ഓടിക്കും. ഇവൻ്റെ തടി കുറഞ്ഞിരിക്കുന്നുള്ളതാണ്. കുറഞ്ഞേ പറ്റുള്ളൂ. അതിനുള്ള അതാണ് ഇൻസ്ട്രക്ടറിന് ഈ കമാൻഡർ കൊടുത്തിരിക്കുന്ന ഓർഡറാണ്. ഇവൻ്റെ തടി കുറഞ്ഞിരിക്കണം എന്ന് പറയുകയാണ്. കാരണം എന്നാലേ നമ്മുടെ സ്പീഡ് കൂടും, എന്നാലേ നമ്മുടെ പെർഫോമൻസ് കൂടുള്ളൂ. അങ്ങനത്തെ ഉറക്കമില്ലാത്ത രാത്രികളും അടുത്ത ക്യാമ്പ് വരുന്നു. അപ്പോൾ എനിക്ക് ഷൂട്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോ തോക്ക്, എനിക്കൊരു നമ്പർ ഉള്ളൊരു തോക്കുണ്ടാവും. 0.032 എൻ്റെ സ്വന്തം തോക്ക്, എയർ റൈഫിളായിരുന്നു. അപ്പോൾ ഈ തോക്ക് നമ്മൾ തറ വയ്ക്കാൻ പാടില്ല. പൊന്നുപോലെ പൊടി പറ്റിക്കാതെ ഈ തോക്കിനെ കൊണ്ടുവയ്ക്കുക. ആ തോക്കുമായിട്ട് നമുക്ക് ഇവൻച്വലി ഒരു റിലേഷൻ ബിൽഡാവും. അങ്ങനെ എൻ്റെ ഫയറിങ് കോമ്പറ്റീഷൻ നടക്കുന്നു. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ആ ടീമിൽ ഫയറിങ്ങിനെ കിട്ടുന്നു. പക്ഷേ എൻ്റെ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഭയങ്കര മോശമായിരുന്നു. കാരണം ഈ പറഞ്ഞ ഈ തടി, ഈ 7 കിലോയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒബ്സ്റ്റക്കിൾ കോഴ്സ് എൻ്റെ താഴ്ന്നു നിൽക്കുന്നു. പക്ഷേ എനിക്ക് ഫയറിങ് നല്ലതായതുകൊണ്ട് ഞാൻ ലിസ്റ്റിൽ വീണ്ടും കയറി വരുന്നു. പിന്നെ ഇതിൻ്റെ ഈ പ്രാക്ടീസ് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാതെ, കാരണം കണ്ടിന്യൂസ് ആണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇത് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ അന്ന് നടക്കുന്നൊരു കോമ്പറ്റീഷനാണ്. അതിൻ്റെ പെർഫോമൻസ് സെലക്റ്റഡായിട്ട് ഓൾ ഇന്ത്യയിൽ സെലക്റ്റഡായിട്ട് വരുന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന ആ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും പിന്നെ എൻ്റെ സ്ട്രെസ്സും എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ്, രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ഒരു സമാധാനമില്ലാത്ത ട്രെയിനിങ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും തലയിൽ വെള്ളം ഒഴിച്ചിട്ട് പോകും. നമ്മൾ ചാടി എണീക്കും. എണീച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഉറക്കം പോയി. അടുത്ത 3 മണിക്ക് എണീച്ച് ബാത്റൂമിൽ പോയാലേ നമുക്ക് 3:30 അവിടെ താഴെത്താൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു ഷെഡ്യൂളാണ്. ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ വിളിച്ച് എണീപ്പിച്ച് പരേഡ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ റോൾ ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഇതാ എൻ്റെ ഒരു സ്റ്റൈൽ. ഇല്ലെങ്കിൽ ഉരുണ്ട് പിന്നെ ഉരുളുക, ഈ പണിഷ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണമായി. കാരണം അവർ നമ്മളടുത്ത് തന്നെ ചോദിക്കും. നമ്മുടെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അവർ നമ്മളോട് തന്നെ ചോദിക്കും, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ഉരുണ്ട് തുടങ്ങും. അപ്പോൾ അത്തരം ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ ഇങ്ങനെ പതിയെ കൊണ്ടുവരും. അങ്ങനെ പോകുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പ്രശ്നമായി. അവൻ സ്കൂളിൽ വരുന്നില്ല. സ്കൂളിൽ മാവേലിയെ പോലെ വരുന്നത്. കാര്യം ഇവിടെ ഒരു ഭീകര കോമ്പറ്റീഷന് എൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണെങ്കിലും അത് സ്കൂളുകാർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അറ്റൻഡൻസ് കിട്ടുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കുമ്പോൾ അറ്റൻഡൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ പോകുന്നില്ല. ഈ നോർമൽ പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. റെക്കോർഡ് എഴുതുന്നു. ഞാൻ സയൻസ് ഗ്രൂപ്പാണ് എടുത്തത്. അപ്പോൾ റെക്കോർഡ് കൃത്യമായിട്ട് എഴുതണമല്ലോ. ഇതൊന്നും എഴുതുന്നില്ല. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ തന്നെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കലിപ്പായി. കാര്യം ഞാൻ ആദ്യത്തെ 3 മാസം ഈ അച്ഛൻ പറഞ്ഞ ആരംഭശൂരത്വം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. കാരണം അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അത് അവരുടെ ഇത് കാഴ്ചപ്പാടി നോക്കുമ്പോൾ ശരിയാണ്. അവൻ ഇപ്പോൾ ഈ ക്ലാസ് ജയിക്കുമെങ്കിലും വേണ്ടേ, ഇതൊന്നും പഠിക്കാതെ എങ്ങനെ ജയിക്കുന്നതെന്നുള്ള കാരണമാണ് അവർ അത് ചെയ്തത്. കാരണം എനിക്ക് ഈ ക്ലാസ് ടെസ്റ്റിലൊക്കെ 40-ന് 34-ഉം 35 കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇതിന് പോകുന്നത്, NCCക്ക് പോകുന്നത്. അതിനുശേഷം വളരെ ചുരുക്കം ദിവസങ്ങളാണ് ഞാൻ ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അത് നമുക്ക് തരുന്നൊരു ഭീകരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഓരോരുത്തരും അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണം? കാരണം അടുത്ത എലിമിനേഷൻ റൗണ്ടാണ്.
അപ്പോൾ അതിനെങ്ങനെയെങ്കിലും കയറി പറ്റിയേ പറ്റൂ. ഇത് ഭയങ്കര ഒരു എയിമുള്ളത്, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തീവ്രമായിട്ടൊരു ആഗ്രഹം നമ്മളുണ്ടാകും. ഇത് അടുത്ത് തന്നെ കയറണം, അടുത്ത് തന്നെ കയറണം, അടുത്ത് തന്നെ കയറണം. പക്ഷെ എൻ്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അങ്ങനെ അടുത്ത 2 ദിവസത്തെ ബ്രേക്ക് കിട്ടി. അപ്പം വീട്ടിൽ പോയിട്ട് വരാം. 2 ദിവസം വീട്ടിൽ പോകുന്നു. ആദ്യം സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി അവിടെ പോയിട്ട് എല്ലാ റെക്കോർഡും കോപ്പി പേസ്റ്റ് എല്ലാം ചെയ്ത് ടീച്ചറിൻ്റെ കൊണ്ട് കൊടുത്തു. ടീച്ചർ ഒറ്റയേറി റെക്കോർഡ് എടുത്തിട്ട് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ഒറ്റയേറി റെക്കോർഡ് പോയി. എൻ്റെ അടുത്ത് പറഞ്ഞൊരു, നീ ലാബ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറുപടിയില്ല. നീ ലാബ് കണ്ടിട്ടില്ലല്ലോ, നീ പോയി ആദ്യം ലാബ് വൃത്തിയാക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പ് തരുന്നൊരു ഈ ഉരുളുമല്ലേ, ഈ ദിവസം ഉരുൾച്ചയും ഈ നക്കിൾ പുഷപ്പൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു റൂഡ് മനസ്സായിട്ട് മാറും. 2 പേര് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ 4 പേര് വേണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ടീച്ചർ പറഞ്ഞു പോയിട്ട് വൃത്തിയാക്കാൻ. ഞാൻ ലാബ് തുറന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ച് ലാബ് അങ്ങ് കഴുകി. എന്നിട്ട് ടീച്ചർ നോക്കിയപ്പോൾ ക്ലാസ് റൂമിൻ്റെ പുറത്ത് മുഴുവൻ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കഴുകുവാണ്. പാൻറ്റൊക്കെ മുട്ട വരെ ഇങ്ങനെ വലിച്ച് കയറ്റി വെച്ചിട്ട് ലാബ് കഴുകുവാണ്. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി കയ്യിൽ നിന്ന് പോകുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സൈൻ ചെയ്ത് തന്നിട്ട് അടുത്ത ക്യാമ്പിന് പോകുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു പ്രീ-TSC വരെ നമ്മൾ പോയി. അതിനുശേഷം ഞാൻ ഡിസിഷൻ എടുത്തു, ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ +1 +2 തോക്കും എന്ന് എനിക്ക് ഉറപ്പായി. കാരണം എനിക്ക് യാതൊന്നും അറിയാൻ വയ്യ. ഞാൻ ഒരു ഇതും ചെയ്യുന്നില്ല, ഈ പറയുന്ന പ്രാക്ടിക്കൽസ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനാ വിട്ടു, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് നേരെ ക്ലാസ്സിൽ വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു, എന്നാലും ക്ലാസ്സിലോട്ട് വന്നു. അതിനുശേഷമാണ് ഞാനൊരു നാഷണൽ ക്യാമ്പിന് പോകുന്നത്. അതൊരു രസമുള്ളൊരു ക്യാമ്പായിരുന്നു. പക്ഷേ ഈ ക്യാമ്പ് എത്ര ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ 16-ാം വയസ്സിൽ ഞാൻ എനിക്ക് തോന്നുന്നൊരു 500 ബുള്ളറ്റെങ്കിലും ഫയർ ചെയ്തിട്ടുണ്ടാവും. അത് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ വെപ്പൺ എങ്ങനെ വെപ്പൺ എല്ലാം റിമൂവ് ചെയ്ത്, എങ്ങനെ വെപ്പൺ ജോയിൻ ചെയ്ത്, എങ്ങനെ റീഅസംബിൾ ചെയ്യാം, അതിനെങ്ങനെ ക്ലീൻ ചെയ്യാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് സീറോയിങ്, എങ്ങനെ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്പോട്ടിൽ കൊള്ളും, ഇതൊക്കെ ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടും. NCCയിൽ ജോയിൻ ചെയ്താൽ മാത്രം കിട്ടുന്ന ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യമൊന്നും ഒരു സാധാരണക്കാരനൊരു തോക്കെടുത്ത് വെടിവെക്കാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഗ്യമാണ് NCC എന്നൊരു സാധനമുണ്ട്. അത് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നമുക്ക് തരുന്ന നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ തരുന്ന ഓരോ മാറ്റങ്ങൾ വലിയൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ തൊഴിലിൽ വരെ അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ്. കാരണം ഇപ്പം ഇൻ കേസ് ഓഫ് ഐഡൻറ്റിഫൈങ് വെപ്പൺ, ഒരു വെപ്പണിൻ്റെ ഒരു പാർട്സ് ആണ് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് എനിക്ക് NCC എന്നാണ് കിട്ടിയത്. സോ ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യുകയുള്ളൂ, ജസ്റ്റ് ജോയിൻ NCC, ഹാവ് എ ബ്ലാസ്റ്റ്. ഒത്തിരി ഓർമ്മകൾ, ഒത്തിരി ഫ്രണ്ട്ഷിപ്പ്, ഡൈ ഹാർഡ് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് NCCയിൽ. അവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട്സ് ഇന്നും ഉണ്ട്. സോ ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഇത് NCCയിൽ ഉണ്ടായിരുന്ന TSCക്കാരുടെ അടുത്ത് ആര് ചോദിച്ചാലും എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും. കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ 1% പോലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നേടാം. ജസ്റ്റ് ജോയിൻ NCC, go to your school teacher, ask, enquire about this, just join it. എനിക്ക് തോന്നുന്നു പലരും NCCയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഇന്ത്യൻ ഫോഴ്സസിലാണ്. അത് തരുന്ന ഒരു മൈലേജ് ഭീകരമാണ്. ഇറ്റ് ഗീവ്സ് യു സം ബോണസ് പോയിൻറ്റ്സ്, ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രേസ് മാർക്ക്.
ഗ്രേസ് മാർക്ക് കിട്ടും. എല്ലാ ക്യാമ്പിനും പോയി കിട്ടത്തില്ല, ഇതുപോലെ കിടന്ന് പട്ടിയായാലേ കിട്ടുള്ളൂ. അപ്പോൾ നാഷണൽ ലെവൽ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് അറൗണ്ട് 60 മാർക്സ്. ഞാൻ പഠിച്ച സമയത്ത് 60 മാർക്കായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് അറിയാൻ വയ്യ. ഇപ്പം അങ്ങനെ ഒരു മാർക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യ, ഉണ്ടാവണം. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അനിയത്തിമാരും പെൺകുട്ടികൾക്കും NCC ചേരാൻ, അവർക്കും ദേ ക്യാൻ ഓൾസോ ഗോ ത്രൂ ദ സെയിം എക്സ്പീരിയൻസ്. സോ ഞാൻ തീർച്ചയായിട്ടും ഐ വിൽ റെക്കമെൻഡ് ദിസ്. നമുക്ക് ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ടൊരു സാധനമാണ്, വെരി പോസിറ്റീവ്. നമ്മളുടെ ഒരു വ്യക്തിയെ തന്നെ മാറ്റാനായിട്ട് NCCക്ക് പറ്റും. സോ ജസ്റ്റ് go and try. That's it. Thank you.